എഡ്യൂസ്മാർട്ട് സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പല കാരണങ്ങൾ കൊണ്ട് പഠനം മുടങ്ങിപ്പോയവർക്ക് ആശ്വാസവും ആശ്രയവുമാവുകയാണ് വിദൂര വിദ്യാഭ്യാസ പഠനരീതി. വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചവർ, വിദേശത്ത് ജോലി തേടിപ്പോയവർ, സ്ഥിരം യാത്ര ചെയ്തുപോയി പഠിക്കാൻ കഴിയാത്ത അംഗവൈകല്യമുള്ളവർ, ഇവരൊക്കെ ഇന്ന് ആശ്രയിക്കുന്നത് വിദൂര വിദ്യാഭ്യാസത്തെയാണ്. ആദ്യമൊക്കെ റെഗുലർ കോളേജുകളിൽ സീറ്റ് കിട്ടാതെ വന്നവരുടെ അഭയകേന്ദ്രമായിരുന്നു വിദൂര വിദ്യാഭ്യാസമെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. ജോലിയോടൊപ്പം പഠിച്ചു കയറാമെന്ന ആത്മവിശ്വാസത്തോടെ കൂടുതൽ പേർ കോഴ്സുകൾ ചെയ്യുന്നു. വിദൂര വിദ്യാഭ്യാസ രീതിയിൽ വിവിധ സർവകലാശാലകൾ ബിരുദാനന്തര കോഴ്സുകൾക്കൊപ്പം ഡിപ്ലോമ, സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ഇത്തരത്തിൽ നടത്തുന്നുണ്ട്. ഓരോ വർഷവും ഇത്തരം കോഴ്സുകളിൽ ചേരുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കേരള, മഹാത്മാഗാന്ധി, കാലിക്കറ്റ്, കണ്ണൂർ സർവകലാശാലകളും വിവിധ കോഴ്സുകൾ വിദൂര വിദ്യാഭ്യാസത്തിലൂടെ നടത്തിവരുന്നു. അണ്ണാമലൈ സർവകലാശാല, ഭാരതീയർ സർവകലാശാല തുടങ്ങി കേരളത്തിനു പുറത്തുള്ള ഒട്ടേറെ സർവകലാശാലകളും ഇത്തരത്തിൽ വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾ സംഘടിപ്പിക്കുന്നു. വിദൂര വിദ്യാഭ്യാസത്തിന് പ്രധാനമായും 3 തരത്തിലുള്ള സ്ഥാപനങ്ങളാണ് രാജ്യത്തുള്ളത്. ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ, കറസ്പോണ്ടൻസ് യൂണിവേഴ്സിറ്റികൾ, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റികൾ എന്നിവയാണവ. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകലാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റികളുടെ ലക്ഷ്യം. +2 യോഗ്യതയില്ലാത്തവർക്ക് ബാച്ചിലർ പ്രിപ്പറേറ്ററി പ്രോഗ്രാമുകളിലൂടെ ഉന്നത വിദ്യാഭ്യാസത്തിനായി യോഗ്യത നേടാൻ ഇവ അവസരമൊരുക്കുന്നു. വിദ്യാർത്ഥികൾക്കായി ലേണേഴ്സ് സപ്പോർട്ട് കേന്ദ്രങ്ങളും ഓപ്പൺ യൂണിവേഴ്സിറ്റികളുടെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. പ്രിന്റഡ് സ്റ്റഡി മെറ്റീരിയലുകൾ നൽകി ഹ്രസ്വകാല വൊക്കേഷണൽ കോഴ്സുകളാണ് കറസ്പോണ്ടന്റ് യൂണിവേഴ്സിറ്റികൾ നൽകി വരുന്നത്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റികളിൽ കോഴ്സുകൾക്ക് നിശ്ചിത യോഗ്യതയുള്ളവർക്കാണ് പ്രവേശനം. പ്രിന്റഡ് സ്റ്റഡി മെറ്റീരിയലുകൾ നൽകി ഓൺലൈൻ സപ്പോർട്ടോടുകൂടിയാണ് ഇതിലെ വിദ്യാഭ്യാസം. സ്റ്റഡി സെന്ററുകൾ വഴി കോണ്ടാക്ട് ക്ലാസുകളും ഉണ്ടാകും. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സർവകലാശാലകൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ അംഗീകാരത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സർവകലാശാലകൾ തിരഞ്ഞെടുക്കുമ്പോൾ അവയുടെ അംഗീകാരവും തൊഴിൽ രംഗത്ത് ആ കോഴ്സുകൾ എത്രമാത്രം അംഗീകരിക്കപ്പെടുന്നുവെന്നതും കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. 1976 കേരള സർവകലാശാലയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിഭാഗം തുടങ്ങിയത്. മാനേജ്മെന്റ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഹെൽത്ത് സയൻസ്, ഹ്യൂമാനിറ്റീസ് ആൻഡ് സയൻസ്, ഭാഷ, സാഹിത്യം, ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്, കമ്മ്യൂണിക്കേഷൻ, ഫൈൻ ആർട്സ് എന്നീ വിഭാഗങ്ങളിലായി 56 കോഴ്സുകളാണ് കേരളയുടെ വിദൂര വിദ്യാഭ്യാസ വിഭാഗം നടത്തുന്നത്. വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി, PG പ്രോഗ്രാമിനൊപ്പം സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ കോഴ്സുകൾ ചെയ്യാൻ അവസരവുമുണ്ട്. സർവകലാശാലയുടെ റെഗുലർ കോഴ്സുകൾക്കുള്ള അതേ സിലബസ് തന്നെയാകും വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾക്കും ഉണ്ടാവുക. PSCയും മറ്റ് സർവകലാശാലകളും ഈ കോഴ്സുകൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. വിവിധ ജില്ലകളിലായി 132 ലേണർ സപ്പോർട്ട് സെന്ററുകളും പ്രവർത്തിക്കുന്നു. ഇതിലെ ബിരുദ കോഴ്സുകൾ നോക്കാം. എക്കണോമിക്സ്, ഇംഗ്ലീഷ്, ഹിസ്റ്ററി, മലയാളം, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി വിഷയങ്ങളിൽ BA, BCom, BSc മാത്തമാറ്റിക്സ്, BCA, BBA, BLIC എന്നിവയാണ് ബിരുദ കോഴ്സുകൾ. അറബി, എക്കണോമിക്സ്, ഇംഗ്ലീഷ്, ഹിന്ദി, ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി, മലയാളം, മ്യൂസിക്, ഫിലോസഫി, പൊളിറ്റിക്കൽ സയൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, സംസ്കൃതം, സോഷ്യോളജി, തമിഴ് വിഷയങ്ങളിൽ MA, MBA, മാസ്റ്റർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, MLIC, മാസ്റ്റർ ഓഫ് ഹെൽത്ത് സയൻസ് ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ്, MCom, MSc കമ്പ്യൂട്ടർ സയൻസ്, MSc മാത്തമാറ്റിക്സ്, MSc ഇൻ ക്ലിനിക്കൽ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ്, മാസ്റ്റർ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നിവയാണ് PG കോഴ്സുകൾ. 1990 മഹാത്മാഗാന്ധി സർവകലാശാലയിൽ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രവർത്തനം തുടങ്ങിയത്. ഇതിന്റെ ഭാഗമായി 73 ഓഫ് ക്യാമ്പസ് സെന്ററുകളാണുള്ളത്. ഇതിൽ 7 വിദേശത്താണ്. ഷാർജ, ദോഹ, മനാമ, ദുബായ് ഇന്റർനാഷണൽ അക്കാദമിക് സിറ്റി, കുവൈറ്റ്, അബുദാബി, ഒമാൻ എന്നിവിടങ്ങളിലാണ് വിദേശ സെന്ററുകൾ ഉള്ളത്. കൂടാതെ വിവിധ വിഷയങ്ങളിലായി കേരളത്തിൽ 122 ഓഫ് ക്യാമ്പസ് സെന്ററുകളുമുണ്ട്. MBA, MCA കോഴ്സുകൾക്ക് എൻട്രൻസ് പരീക്ഷയിലൂടെയാണ് പ്രവേശനം. BFT, BA സോഷ്യോളജി, BBA, BBM, BCA, BCom, BLISC, BSc കമ്പ്യൂട്ടർ സയൻസ്, BTS, ബാച്ചിലർ ഓഫ് ടൂറിസം സ്റ്റഡീസ് എന്നിവയാണ് MG യൂണിവേഴ്സിറ്റിയിലെ ബിരുദ കോഴ്സുകൾ. LLM, MA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, MA മൾട്ടിമീഡിയ, MA സോഷ്യോളജി, MCA, MBA, MCom, MSITC, MSc IT, MSc മാത്തമാറ്റിക്സ് എന്നിവയാണ് PG കോഴ്സുകൾ. 1981 കാലിക്കറ്റ് സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിഭാഗം ആരംഭിക്കുന്നത്. നിലവിൽ 16 ബിരുദ കോഴ്സുകളും 13 ബിരുദാനന്തര ബിരുദ കോഴ്സുകളുമാണ് ഇവിടെ നടത്തുന്നത്. 2 ഡിപ്ലോമ കോഴ്സുകളുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലായി 18 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിവിധ കോഴ്സുകൾക്കായി അംഗീകാരം നൽകിയിട്ടുണ്ട്. ഷാർജ, അബുദാബി, ദോഹ, കുവൈറ്റ്, ബഹ്റിൻ എന്നിവിടങ്ങളിലും സെന്ററുകളുണ്ട്.
ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, അറബി, തമിഴ്, സംസ്കൃതം, അഫ്സലുൽ ഉലമ, ഹിസ്റ്ററി, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, ഫിലോസഫി, എക്കണോമിക്സ് വിഷയങ്ങളിൽ BA, BSc മാത്തമാറ്റിക്സ്, BCom, BBA, ബാച്ചിലർ ഓഫ് മൾട്ടിമീഡിയ കമ്മ്യൂണിക്കേഷൻ, ബാച്ചിലർ ഓഫ് ഇന്റീരിയർ ഡിസൈൻ, ബാച്ചിലർ ഓഫ് ഗ്രാഫിക് ഡിസൈൻ ആൻഡ് ആനിമേഷൻ, BSc ഇൻ കൗൺസിലിംഗ് സൈക്കോളജി എന്നിവയാണ് ഡിഗ്രി കോഴ്സുകൾ. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, അറബി, സംസ്കൃതം, തമിഴ്, ഹിസ്റ്ററി, സോഷ്യോളജി, പൊളിറ്റിക്സ്, ഫിലോസഫി, എക്കണോമിക്സ് വിഷയങ്ങളിൽ MA, MSc മാത്തമാറ്റിക്സ്, MCom, MBA എന്നിവയാണ് PG കോഴ്സുകൾ. PG ഡിപ്ലോമ കോഴ്സുകൾ ഏതൊക്കെയെന്ന് നോക്കാം. TV പ്രോഗ്രാം പ്രൊഡക്ഷൻ, TV ന്യൂസ് പ്രസന്റേഷൻ ആൻഡ് ആങ്കറിംഗ്, മൾട്ടിമീഡിയ, വെബ് ടെക്നോളജി, ഫോറിൻ ട്രേഡ്, ആർക്കിടെക്ചറൽ വിഷ്വലൈസേഷൻ, മൾട്ടിമീഡിയ ആൻഡ് ആനിമേഷൻ, ജെമോളജി, ഹോട്ടൽ മാനേജ്മെന്റ് എന്നിവയാണ് ഡിപ്ലോമ കോഴ്സുകൾ. കണ്ണൂർ സർവകലാശാലയിലെ ബിരുദ കോഴ്സുകൾ നോക്കാം. ഇംഗ്ലീഷ്, ആന്ത്രപ്പോളജി, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, മലയാളം, എക്കണോമിക്സ്, ഹിസ്റ്ററി, അഫ്സലുൽ ഉൽമ എന്നീ വിഷയങ്ങളിൽ BA, BCom, BSc മാത്തമാറ്റിക്സ്, BBA, BCA. കണ്ണൂർ സർവകലാശാലയിലെ PG കോഴ്സുകൾ ഇംഗ്ലീഷ്, ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് വിഷയങ്ങളിൽ MA, MSc മാത്തമാറ്റിക്സ്, MCom. പ്രധാന വിദൂര വിദ്യാഭ്യാസ സർവകലാശാലകൾ ഏതൊക്കെയെന്ന് നോക്കാം. അളഗപ്പ സർവകലാശാല, ആന്ധ്ര സർവകലാശാല, അണ്ണാമലൈ സർവകലാശാല, ബംഗളൂരു സർവകലാശാല, ഭാരതിയാർ സർവകലാശാല, ICFRI സർവകലാശാല, മണിപ്പാൽ സർവകലാശാല, ഉസ്മാനിയ സർവകലാശാല തുടങ്ങിയവയാണ്. ഇന്ത്യയിൽ വിദൂര വിദ്യാഭ്യാസ മുൻനിര സർവകലാശാലയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന IGNOU. ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന IGNOയ്ക്ക് 36 രാജ്യങ്ങളിൽ സാന്നിധ്യമുണ്ട്. 490 അക്കാദമിക് പ്രോഗ്രാമുകളാണ് സർവകലാശാല നടത്തുന്നത്. ജനുവരിയിലും ജൂലൈയിലുമായി വർഷത്തിൽ 2 തവണ പ്രവേശനം നൽകുന്നു. ചില കോഴ്സുകൾ ജൂലൈ സെക്ഷനിൽ മാത്രമായിരിക്കും. കോഴ്സുകളുടെ സ്വഭാവമനുസരിച്ച് എൻട്രൻസ് പരീക്ഷ നടത്തിയും നേരിട്ടും പ്രവേശനം നൽകുന്നു. ജൂലൈ സെഷനുള്ള പ്രവേശന നടപടികൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ തുടങ്ങും. കേരളത്തിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തും റീജിയണൽ സെന്ററുകളുണ്ട്. ഇതിന്റെ ബിരുദ കോഴ്സുകൾ ഏതൊക്കെയെന്ന് നോക്കാം. BA ടൂറിസം സ്റ്റഡീസ്, BCA, BA, BCom, BSc, BSW, ബാച്ചിലർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് തുടങ്ങിയവയാണ്. PG കോഴ്സുകൾ ഏതൊക്കെയെന്ന് നോക്കാം. MBA, മാസ്റ്റർ ഓഫ് കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി, MCA, മാസ്റ്റർ ഓഫ് സയൻസ്, MA, MCom, MA ടൂറിസം മാനേജ്മെന്റ്, MA ഇംഗ്ലീഷ്, MA ഹിന്ദി, MSW, MA ഫിലോസഫി, MA എഡ്യൂക്കേഷൻ, MA എക്കണോമിക്സ്, MA ഹിസ്റ്ററി, MA പൊളിറ്റിക്കൽ സയൻസ്, MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, MA സോഷ്യോളജി, MA സൈക്കോളജി, മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ്, MA ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്, MSc മാത്തമാറ്റിക്സ് വിത്ത് ആപ്ലിക്കേഷൻ ഇൻ കമ്പ്യൂട്ടർ സയൻസ്, മാസ്റ്റർ ഇൻ ആന്ത്രപ്പോളജി തുടങ്ങിയവയാണ്.